മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വസായ് വിരാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. MPCC ജനറൽ സെക്രട്ടറി ജോജോ തോമസ് റാലിക്ക് നേതൃത്വം നൽകി. ജനാധിപത്യ സംവിധാനത്തിന്റെ വിശുദ്ധി നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ അചഞ്ചലമായ സമർപ്പണമാണ് ഈ പന്തംകൊളുത്തി പ്രകടനമെന്ന് റാലിക്ക് നേതൃത്വം നൽകിയ ജോജോ തോമസ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മാച്ച് ഫിക്സിംഗ് പ്രസ്താവനയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യത ഉറപ്പാക്കാൻ കോൺഗ്രസ് പോരാടുമെന്നും ജോജോ പറഞ്ഞു. मैच फिक्सिंग की तरफ से बात किया। महाराष्ट्र में हमको मालूम है पार्लियामेंट इलेक्शन के टाइम सब जगह पे महाविकास आघाड़ी दिख रहे थे। तो उसके बाद आप लोग मीडिया वाला है, आप लोग का भी डाउट है। तो मेरा डाउट का बात नहीं है, सबका डाउट है। क्यों इतना परिस्थिति चेंज कर दी? പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഗൗരവപരമായ ആശങ്കകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറിയതിനെയും ജോജോ രൂക്ഷമായി വിമർശിച്ചു. तो राहुल जी ने उसके तरफ से बताया तो 40 लाख वोटर कहाँ से आया, वही क्वेश्चन मार्क है। आज कमीशन आंसर नहीं देता है। तो आंसर क्यों नहीं देता है? आंसर देता है बीजेपी का नेता लोग आंसर देता है। राहुल गांधी जी ने इलेक्शन कमीशन को सवाल पूछा, उसका आंसर बीजेपी नेता सामने आके तो जवाब देता है। കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ BJP നേതാക്കൾ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്നും ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണിതെന്നും ജോജോ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ വിശദീകരണം. माननीय उच्च न्यायालय ने ये स्पष्ट किया है कि ये जो मनगढ़ंत आरोप इलेक्शन कमीशन पर, इलेक्शन प्रोसेस पर राहुल गांधी और उनके चेले चपाटे लगा रहे हैं, ये पूरे तरीके से गलत है, ये बेबुनियाद है। कोर्ट ने तो यहाँ तक जाकर कहा है कि हमारा टाइम इन्होंने बर्बाद किया है, और आगे जाकर कोर्ट ने कहा है हम तो चाहते थे कि इनके ऊपर कॉस्ट लगाए, लेकिन हमने अपने आप को कॉस्ट लगाने से रोका है. സമാധാനപരവും എന്നാൽ അതിശക്തവുമായ പ്രതിഷേധം ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.